AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 2-1 തോൽപ്പിച്ചത്. റയാൻ വില്യംസ്, ആകാശ് മിശ്ര എന്നിവരാണ് ഇന്ത്യയുടെ സ്കോറർമാർ. അനിൽ വാസുദേവ് ഇപ്പോൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അനിൽ, വിജയിച്ചിരിക്കുന്നു, വലിയ ആവേശമുണ്ടവിടെ, അത് പ്രകടമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അനിൽ? തീർച്ചയായും ഉന്മേഷ, വലിയ ആവേശം. കാരണം ഒരു ആശ്വാസ ജയമാണ്. പക്ഷെ നമ്മുടെ കൊച്ചിയിൽ 10 വർഷത്തിന് ശേഷം വന്ന ആ മത്സരത്തിൽ ഒരു ഗംഭീര ജയം, അത് ആഘോഷമാക്കുന്നത് കാരണം ഇന്ത്യക്ക് ഈ ടൂർണമെന്റിൽ നിന്ന് യോഗ്യതാ റൗണ്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇന്ത്യ പുറത്തായതാണ്. അപ്പോൾ ഒരു ആശ്വാസ ജയം, അതോടുകൂടി തലയുയർത്തി മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ എത്തിയത്. അതിന് ഒരു തുടക്കത്തിൽ തന്നെ 4-ാം മിനിറ്റിൽ തന്നെ റയാൻ വില്യംസിന്റെ ഒരു ഉഗ്രൻ ഗോളോടുകൂടി ഇന്ത്യ തുടങ്ങി വെച്ചു. ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച സമീപകാലത്താണ് ഇന്ത്യൻ ടീമിനൊപ്പം റയാൻ വില്യംസ് ചേർന്നത്. അദ്ദേഹം ചേർന്നത് അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ ഗോളടിക്കുന്ന താരം എന്ന ഒരു റെക്കോർഡ് കൂടി നേടിയാണ് റയാൻ വില്യംസിന്റെ 4-ാം മിനിറ്റിലെ ഗോൾ വന്നത്. അതിനുശേഷം 2-ാം പകുതിയിൽ 50-ാം മിനിറ്റിൽ ആകാശ് മിശ്രയുടെ ഒരു ഗോൾ കൂടി വന്നതോടുകൂടി ഇന്ത്യ ജയം ഏറെക്കുറെ ഉറപ്പിച്ചു. പിന്നീട് ഹോങ്കോങ് ഒരു ഗോൾ മടക്കിയെങ്കിൽ പോലും ഇന്ത്യക്ക് ആശ്വാസമായി. മറ്റു ഗോളുകളൊന്നും വഴങ്ങിയില്ല. ഇന്ത്യക്ക് നിരവധി അവസരങ്ങൾ അവസാന നിമിഷങ്ങളിൽ കിട്ടിയെങ്കിൽ പോലും അതെങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മോനെ മത്സരം? അടിപൊളി സൂപ്പർ അടിപൊളി ഇതാണ് വലിയ ആവേശം. കാരണം കാത്തിരുന്ന് കിട്ടിയ മത്സരം. 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം വരുന്നത്. 2016-ലാണ് ഇതിനു മുമ്പ് ഒരു മത്സരം കിട്ടിയത്. നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു, GCDA ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ആരാധകർ, കേരളത്തിലെ ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ അതൊരു ഉത്സവം പോലെ കൊണ്ടാടുന്ന കാഴ്ച കണ്ടു. സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയത്തിൽ ആളില്ലെന്ന പരാതി കണ്ടു. പക്ഷേ ഇന്ത്യയുടെ മത്സരം എത്തിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു യുണൈറ്റഡ് ആയി ഇവിടെ എത്തുകയും ഇന്ത്യയുടെ മത്സരം ഇന്ത്യൻ ടീമിന് വലിയ ആവേശം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു നീലക്കടലാക്കി സ്റ്റേഡിയത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.